ഹലോ ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ തന്നെ ഒരു കണ്ടൻറ്റിനുള്ളൊരു വകുപ്പ് കിട്ടി. ഞാൻ വിഷുക്കണിയുടെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു കേട്ടോ. വിഷു കണിയൊക്കെ വെച്ചിട്ടൊരു ഫോട്ടോ ആയിട്ടാണ് ഇട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് ഈ വൃത്തികെട്ടവൻ സുബൈർ കെ ഒരു വൃത്തികെട്ടവൻ വന്ന് കമൻ്റ് ഇട്ടിരിക്കുകയാണ്, കാണാൻ രസമില്ലെന്ന് എന്നും പറഞ്ഞ് അവിടെ ഛർദ്ദിച്ച് വെച്ചിരിക്കുക. എടാ വൃത്തികെട്ടവനെ, നിനക്ക് ഏതാടാ പിന്നെ കാണാൻ രസം വരണമെങ്കിൽ കുഴിമന്തി എടുത്ത് വെക്കണോടാ? കുഴിമന്തി എടുക്കണം നീ. എന്നാൽ പിന്നെ അവൻ്റെ മോന്ത ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അവൻ്റെ പ്രൊഫൈലൊന്ന് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അവൻ്റെ മോന്ത ഇല്ല, ആകപ്പാടുള്ളതായ എസ് മാത്രമേ ഉള്ളൂ, സുബൈർ കെ. നിനക്കെന്താടാ കണിയുടെ അടിയിൽ വന്ന് കമൻ്റ് ഇടേണ്ട കാര്യം എന്താടാ? അലവലാതി. അവൻ അവിടെ തന്നെ വന്ന് ഛർദ്ദിച്ച് വെക്കണം. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നിൻ്റെ വീട്ടിൽ വോമിറ്റ് ചെയ്ത് വെച്ചോ. എന്തായാലും രാവിലെ തന്നെ കണ്ട സ്ഥിതിക്ക് ഒരു വീഡിയോ അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ച് കുറച്ച് കടി. അവനൊക്കെ കുഞ്ഞനെയുള്ളവന്മാരൊക്കെ തന്നെയാണ് ഈ ലഹളയൊക്കെ ഉണ്ടാക്കി വിടണം, മനസ്സിലായില്ല? കുറച്ചൊന്നും അല്ല. ഇപ്രാവശ്യത്തെ വിഷു ഒരുപാട് വൃത്തികെട്ട നാറികൾ എന്താ പറയുക അലങ്കോലമാക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ ഇവറ്റകളെ. വൃത്തികെട്ടവന്മാരെന്ന് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ഇതാണ് എൻ്റെ വിഷുവിൻ്റെ സ്പെഷ്യൽ. അത് പോസ്റ്റിൽ കൊണ്ടുവന്ന് വൃത്തികെട്ടവൻ കാണാൻ രസമില്ലെങ്കിൽ കുറച്ച് കുഴിമന്തിയും കൂടി നിരത്തി വെക്കാടാ, അപ്പം രസം ഉണ്ടാവുകടാ നിനക്ക്. ഒരു പന്നി ഇറച്ചിയുടെ പോസ്റ്റ് വേറെ ഇറങ്ങിയിട്ടുണ്ട്. നീ അങ്ങോട്ടിട്ട് അടി വലിയ ലഹളയാണ് ആവാനിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഓരോന്നൊക്കെ മുൻകൈ എടുത്ത് വെക്കണത്. ഇത് ഒരിടത്തല്ല പലയിടത്താണ് ആവർത്തിച്ചിരിക്കുന്നത്. വേറൊരു പോസ്റ്റർ ഉണ്ടായിരുന്നു, ചെരുപ്പ് എടുത്ത് അതിൻ്റെ പുറത്ത് വെച്ചിരിക്കണതൊക്കെ. ഈ ആദ്യം നിങ്ങൾ എന്തിനാ ആശംസിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ അറിയിക്കുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ ആശംസിക്കാൻ പോകുന്നു? വേറൊരുത്തൻ്റെ കമൻറ്റ് ഞാനിതിൽ കാണിക്കാമേ. ഇതാണ് ഒരു അലിയൻ്റെ ഒരു അഭിപ്രായം കൂടി നമുക്ക് നോക്കാം. അവന് വിഷുവിനും ഓണത്തിനും മന്തി അടിക്കുന്നവരാണ് ഇവിടെ മിക്കവരും. അതുകൊണ്ട് കൃഷ്ണന് മന്തി വിളമ്പാന്നാണ് അവൻ പറയുന്നത് കേട്ടോ. അലിയൻ, എടാ വൃത്തികെട്ടവനെ, ഹിന്ദുക്കൾ പ്യുവർ വെജാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞോടാ? ഇവിടെ ഹിന്ദുക്കൾ ഇത് കഴിക്കുന്നതല്ലല്ലോ ഇവിടുത്തെ വിഷയം. എന്ന് പറഞ്ഞ് ഭഗവാന്റെ മുന്നിൽ ആരും കിഴികെട്ടിക്കൊണ്ടുപോയി ഇത് വെക്കാറില്ല കേട്ടോ. അത് നമ്മൾ കഴിക്കണത് അത് അവരോരുത്തരുടെ ഇഷ്ടം എന്നും പറഞ്ഞ് ഭഗവാന്റെ മുന്നിൽ ആരെങ്കിലും കൊണ്ട് ഇത് വെക്കോടാ? അത്രയ്ക്ക് നിസ്സാര ഒരു കാര്യമാണ് ഇതെങ്കിൽ എന്തിനാടാ ഇതിനെക്കുറിച്ചുള്ളൊരിത് ഭരണഘടനയിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്? ഇങ്ങനെ പാടില്ല എന്നുള്ളൊരു കാര്യം. മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, മനുഷ്യരാണ്, റോബോട്ടുകളൊന്നും അല്ലല്ലോ, വികാരങ്ങളും എല്ലാം ഉള്ള മനുഷ്യരാണ്. അങ്ങനെ ഒരു പ്രശ്നം, അങ്ങനെ ഒരു അവഹേളന ആവശ്യമില്ല. അങ്ങനെ ഒരു ഇതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഭരണഘടനയിൽ തന്നെ അങ്ങനെ ഒരു വകുപ്പ് എഴുതി വെച്ചിരിക്കുന്നത്. അതിനുള്ള ശിക്ഷയും പറ്റിയ അയാൾക്ക് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അല്ലാത്ത പക്ഷം ഇതൊക്കെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും, കൂട്ടടിയാകും. പന്നിയിറച്ചിയുടെയൊക്കെ പോസ്റ്റൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇനി അതിനെ കണ്ടപ്പുറമാകും പലരും മുന്നോട്ടിറങ്ങും. അതുകൊണ്ട് ദയവ് ചെയ്തത് എങ്ങനെയെങ്കിലും ആദ്യം ചെയ്തവർക്കുള്ള ശിക്ഷ കൊടുത്ത് അതെങ്ങനെയെങ്കിലും സെറ്റാക്കണതാണ് നല്ലത്. അല്ലെങ്കിൽ ഇത് കടുത്ത ഒരു അടിയാവാൻ സാധ്യതയുണ്ട്.